അപ്പോൾ നമ്മളോട് എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഫാബ്രിക് ഒരു ഷോപ്പിൽ പോയി കണ്ടിട്ട് എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുള്ളത്. സിമ്പിളാണ്, പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഷോപ്പിൽ പോയിട്ട് കോട്ടൺ കത്തിച്ച് നോക്കിയിട്ട് അത് ഉരുകുന്നില്ല, കോട്ടൺ ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. കത്തിച്ചിട്ട് ഉരുകുന്നില്ലെങ്കിൽ കോട്ടൺ ആണ്, ഉരുകുന്നുണ്ടെങ്കിൽ പോളിസ്റ്റർ മിക്സ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഷോപ്പിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഷോപ്പുകാരോട് ചോദിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടും നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാനാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ആദ്യം നോക്കേണ്ടത് മെറ്റീരിയലിന്റെ വിട്ടാണ്. സോ ഈ തെറ്റം മുതൽ ഇങ്ങനെ വന്ന് ഇപ്പുറത്തെ തെറ്റിലേക്ക് വരുന്ന വിട്ട് 44 ഉണ്ടാവും എല്ലാ നല്ല മെറ്റീരിയലും ബേസിക് ആയിട്ട്. ആൻഡ് ഇതിന്റെ മേലേക്ക് 46 ഉണ്ട്, 56 ഉണ്ട്. 56 എക്സ്പെൻസീവ് ആണ്, ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിന്റെ താഴെ 36 വരുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ആക്കുക, കാരണം അത് ചീപ്പ് പ്രൊഡക്ട്സിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് രണ്ടാമത്തെ തരം ഡൈയിങ് ആണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ കെമിക്കൽസ് യൂസ് ചെയ്യാത്ത ഡൈസ് ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ഇതിന്റെ സെയിം പ്രൈസ് അവർ അതിൽ വാങ്ങും. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, നാച്ചുറൽ കളേഴ്സ് ആണ്. ഡിജിറ്റൽ പ്രിന്റ് ഭയങ്കര ചീപ്പറായിരിക്കും, അതിന് ഇത്ര പ്രൈസ് വരില്ല. പക്ഷെ അത് ഭയങ്കര ഷൈനി ആൻഡ് പോളിഷിംഗ് ആയിരിക്കും. സോ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഡിഫറൻസും അതിന്റെ ഡിഫറൻസും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാന്നുള്ളൂ. അത് കണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവും. ആൻഡ് നെക്സ്റ്റ് ഇൻ GSM. GSM അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ്. ഇപ്പൊ സെയിം മെറ്റീരിയലിന്റെ GSM തന്നെ നോക്കണം. കോട്ടണിൽ തന്നെ 2 കോട്ടൺ എടുത്ത് നോക്കുക, അതിൽ ഏറ്റവും GSM കൂടിയത് ഏതാണെന്ന് നോക്കുക. സെയിം കോട്ടൺ, ഫ്ലെക്സ് കോട്ടണും ക്യാമ്രിക് കോട്ടണും കമ്പയർ ചെയ്യരുത്, ക്യാമ്രിക് കോട്ടണും കമ്പയർ ചെയ്യുക, അങ്ങനെ എടുക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് തിങ്, ഡൈയബിൾ ആയിട്ടുള്ള RFD മെറ്റീരിയൽ മാത്രം എടുക്കുക. കാര്യം അതിൽ പോളിസ്റ്റർ ആയിരിക്കും, പോളിസ്റ്റർ കൂടി കഴിഞ്ഞാൽ ഡൈ പിടിക്കില്ല. സോ മാക്സിമം അങ്ങനെ തന്നെ നോക്കുക. ഇന്നത്തെ വീഡിയോ ടൈം കഴിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി തരാനായിട്ട് വരാം.